ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്ക് ഫേസ് 2-നടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ട് ആണ്. ഗേറ്റഡ് വില്ല പ്രൊജക്ടിനകത്ത് 10ഓളം വില്ലകളാണ് വരുന്നത്. നിങ്ങൾ എല്ലാവരും എപ്പോഴും ചോദിക്കുന്നതാണ് നമുക്കൊരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് വരുന്ന വീടുകൾ വേണമെന്നുള്ളത്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക്, അങ്ങനെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ വില്ലകളാണ്. ഫേസ് 2-നടുത്തായിട്ടാണ് നമുക്ക് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. സെക്യൂരിറ്റി ക്യാബിൻസ് ഉണ്ട്. നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഗേറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് കോമൺ അമ്യൂണിറ്റീസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പ്ലേ ഏരിയ കിട്ടുന്നുണ്ട്. പ്രോഗ്രാംസ് ഒക്കെ നടത്താനായിട്ട് ഒരു സ്റ്റേജ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഒരു വില്ല പ്രൊജക്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഇതിന്റെ എലിവേഷൻ കണ്ടതാണ്. ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുവാണെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് വെറും 3.2 കിലോമീറ്റർ 3.2 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 14 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 26ഉമാണ് ദൂരം വരുന്നത്. ജെംസ് സ്കൂൾ തൊട്ടടുത്ത് തന്നെയാണ്. വെറും 3 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് ജെംസ് സ്കൂളിലേക്കുള്ള ദൂരം. മാർത്തോമ സ്കൂളിലേക്ക് 5 കിലോമീറ്ററും സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് 7.5 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. വില്ലകളിലേക്കുള്ള മെയിൻ ഗേറ്റ് കടന്ന് നമ്മൾ ഗേറ്റഡ് കോമ്പൗണ്ട് കടന്ന് അകത്തേക്ക് വരുമ്പോൾ 2 വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന രീതിയിൽ വലിയൊരു റോഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് 3 BHK വീടുകളും 4 BHK വീടുകളും അവൈലബിൾ ആണ്. ഇനി നമുക്കൊരു 4 BHK വീട് പരിചയപ്പെടാം. നേരെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ വീടുകളും ബുക്കിംഗ് അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു വീടിന്റെ വർക്കുകൾ ഏകദേശം ഇത്രയാണ് ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. നമ്മൾ ഇത് ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള വർക്കുകൾ ഫിനിഷ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ ബിൽഡർ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് നിങ്ങൾ കണ്ടു. നമുക്ക് ഇവിടുത്തെ ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് നോക്കുവാണെങ്കിൽ നല്ല ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറുണ്ട്. ആ വെള്ളം നമുക്ക് ഇവിടെ ധാരാളം ലഭിക്കുന്ന ഒരു ഏരിയ തന്നെ. നിങ്ങൾക്കറിയാം കാക്കനാട് ഭാഗത്ത് റെഡ് സോയിലാണ് നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ഏരിയ ആണ്. എലിവേഷൻ നിങ്ങൾ കണ്ടു. എല്ലാ വീടുകളും തമ്മിൽ വളരെ ചെറിയ ഡിഫറൻസ് മാത്രമാണ് എലിവേഷൻ ഉള്ളത്. ഇവിടെ നമുക്ക് 3 BHKയും 4 BHKയും അവൈലബിൾ ആണ്. പാർക്കിംഗ് സ്പേസ് നിങ്ങൾ കണ്ടു. വീടിന്റെ എലിവേഷൻ കണ്ടു. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് 3 BHKയും 4 BHKയും തമ്മിലുള്ളൂ. നമുക്കിനി വീടിന്റെ നേരെ അകത്തേക്ക് കടക്കാം. ഈ ഒരു വില്ലയുടെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇതിനകത്ത് വീടുകളുടെ ഡയറക്ഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് താല്പര്യം അനുസരിച്ചിട്ട് ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും ഒക്കെ തിരിഞ്ഞിരിക്കുന്ന വില്ലകൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. സിറ്റ് ഔട്ട് ഇതാണ്. ഇവിടെ വൈറ്റ് കളറിലൊരു ടൈലാണ് തിരിച്ചിരിക്കുന്നത്. ഇതാണ് മെയിൻ ഡോർ കാണുന്നത്. ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്നാൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് ലിവിംഗ് സ്പേസ് വരുന്നത്. നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കേബിള്, സ്വിച്ചസ്, വയറൊക്കെ വന്നിട്ട് ലെഗ്രാൻഡിലും അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് ജാഗ്വാറിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലാണ്. 2 സൈഡിലായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാം. നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലാണ് ഓപ്പണിങ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നല്ല ലെങ്ത്തും വിട്ടും ഉള്ള നല്ലൊരു സ്പേസ് തന്നെയാണ് നമുക്ക് ലിവിങ്ങിനായിട്ട് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് അതിനിടയിലൂടെയൊക്കെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് TV വെക്കാനുള്ള ആ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ നല്ല വുഡൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു സ്പേസ് കഴിഞ്ഞ് നമ്മൾ ഡൈനിങ്ങിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം യാതൊരു കൺജഷൻ ഇല്ലാതെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഓരോ പാസേജുകൾ പോലും ഇവൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് എൻട്രൻസും കംപ്ലീറ്റ് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലൂടെയൊക്കെ LED സ്ട്രിപ്പുകളാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഡൈനിങ് ഹാളിലേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ടും സേഫ് ആയിട്ടും ബാറുകൾ ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിന്റെ റൂഫ് നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് അതിനകത്ത് വരുന്നുണ്ട്. ഒരു പാനലിംഗ് വർക്ക് വരുന്നുണ്ട്.
കുറച്ച് ലൈറ്റ് ഫിറ്റിംഗ്സ് കൂടെയാണ് ഞാൻ ഇവിടെ വെക്കാനായിട്ട് പെയിന്റിംഗ് ഉള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. ജാഗ്വാറിന്റെയാണ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. താഴെയൊക്കെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് 2 വിൻഡോസ് കാണാം. സ്റ്റെയർകേസിന്റെ താഴെയുള്ള ഭാഗത്ത് നല്ല രീതിയിൽ സ്പേസ് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്നത് 4 BHK ഹൗസ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് 3 BHKയും 4 BHKയും അവൈലബിൾ ആണ്. 4 BHK ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. വാഷ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ഓരോ റൂമുകളായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ എല്ലാം നിറയെ നിങ്ങൾക്ക് സാധനങ്ങൾ കാണാൻ പറ്റുന്നത്. നമ്മുടെ ഒരു ബെഡ്റൂം ആണിത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. പ്രോപ്പർ ആയിട്ട് എയർ ഹോൾസ് എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിന്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നമുക്കിത് ചെയ്യാനായിട്ട് പെയിന്റിംഗ് ഉള്ളതാണ്. ഒന്നാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ്. ബെഡ്റൂമുകൾ തമ്മിൽ നല്ല രീതിയിൽ ഗ്യാപ്പ് ഇട്ടിട്ട് ആ ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ ഒന്നാമത്തെ കണ്ടതിനേക്കാളും വലിയ ഏരിയ തന്നെയാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് 2 വിൻഡോസും ബാക്കിയുള്ള 2 വിൻഡോസ് ഇവിടെയാണ്. സ്ലൈഡിംഗ് മോഡലിലാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. റൂഫ് നോക്കിയാൽ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉള്ള ഒരു കോമൺ ആയ ഒരു ലൈറ്റ് ഫിറ്റിംഗ് മാത്രമാണ് വരുന്നത്. എല്ലായിടത്തും എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നിങ്ങൾക്കറിയാം നോർമലി നമ്മൾ ഇതുപോലുള്ള ഗേറ്റഡ് വില്ലാസ് ഫ്ലാറ്റ്സ് ഒക്കെ ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ട് ഇതുപോലുള്ള സ്ട്രക്ചർ ആയിരിക്കും ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഒരു വീട്ടിൽ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ടിനകത്ത് വരുമ്പോൾ ഒത്തിരി വലിയ പ്രൈസ് റേഞ്ച് ഒന്നും അല്ല. നല്ലൊരു കംഫർട്ടബിൾ ആയ പ്രൈസ് റേഞ്ചിലാണ്. അത് മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഇത് നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ വാങ്ങിച്ചും തരുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമാണ് റേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. കിച്ചണിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങി നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കബോർഡ് ഫെസിലിറ്റികളാണ് ഇവിടെ. കിച്ചൺ ക്യാബിനറ്റ്സ് നമുക്ക് ഒത്തിരി കിട്ടുന്നുണ്ട്. കിച്ചന്റെ ഒരു സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ്. നമുക്കത് ഈവൻ ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന വാർഡ്രോബ്സ് ആണെങ്കിൽ പോലും ഒരേ കളർ കോമ്പിനേഷനാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഫ്രിഡ്ജ് വെക്കാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചന്റെ ആ ഒരു സൗകര്യത്തിന് യാതൊരു രീതിയിലും എഫക്ട് ചെയ്യാത്ത രീതിയിൽ ഈ ഭാഗത്താണ് ഫ്രിഡ്ജ് വെക്കാൻ പറ്റുന്നത്. അതിന്റെ മുകളിൽ നോക്കിയാലും കാണാം അവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞ് നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സെക്കൻഡ് കിച്ചൺ നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഏരിയാസ് എല്ലാം തന്നെ സെയിം കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ വെച്ചിരിക്കുന്നത്. മുകളിലും താഴെയും ഒക്കെ നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. വിൻഡോ ഇവിടെ വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്. പുറത്തേക്ക് തുറന്നിറങ്ങാനുള്ള ഡോർ നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് എത്തി നിൽക്കുന്നത്. കടന്നു വന്ന വഴിയിൽ ആ ഒരു ഭാഗത്ത് നോക്കിയാൽ കാണാം എയർ സർക്കുലേഷൻ ആയിട്ട് 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മുകൾ ഭാഗത്തായിട്ട് എയർ ഹോൾസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ്. അപ്പർ ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. വലിയൊരു ബെഡ്റൂം ആയിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ബിൽഡറുമായി സംസാരിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വാർഡ്രോബ് നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നത്. റൂഫിൽ നോക്കിയാൽ കാണാം 4 കോർണറുകളിലായിട്ട് സ്പോട്ട് ലൈറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഫിറ്റിംഗ്സ് ഒക്കെ നമുക്ക് ഇനി ഫിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് നമുക്കെല്ലാം അകത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ചെറിയൊരു ബാൽക്കണി സ്പേസ് ആണ് കിട്ടുന്നത്. ഇതിന്റെ ഈ ഒരു ഭാഗമൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ എല്ലാം നമുക്കിനി കവർ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള വില്ലയുടെ മുകൾ ഭാഗത്ത് നോക്കിയാൽ കാണാം അവിടെ ആ ഒരു എസ്എസിന്റെ ആ ഒരു ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ തന്നെയാണ് ഹാൻഡ് റെയിൽസ് വരുന്നത്. താഴെ ഭാഗത്ത് ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ആയിട്ടാണ് നമുക്ക് വലിയൊരു ബാൽക്കണി കിട്ടുന്നത്. ആ ഒരു റൂമിൽ നിന്ന് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ റൂമിൽ നിന്നും കൂടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു പൊസിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്.
അപ്പർ ലിവിംഗ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് 3 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. ഫൈനലി നമുക്കിനി 4ാമത്തെ ബെഡ്റൂമാണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് 4ാമത്തെ ബെഡ്റൂം നോക്കിക്കോളൂ. ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡുകളായിട്ട് നമുക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. റൂഫിലും സ്പോട്ട് ലൈറ്റുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നോർമലി നമ്മൾ കാണിക്കുന്ന വീഡിയോകളിലെ പോലെ നിങ്ങൾക്ക് ഓരോ കോർണേഴ്സും ഈശാന്റെ എവിടെ കാണിക്കാനുള്ള ആ ഒരു നമുക്ക് ഇതിനകത്തില്ല. ബിക്കോസ് നിങ്ങൾക്ക് അറിയാം, ഇത് നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാവുന്ന വില്ലകളാണ്. സോ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് കംപ്ലീഷൻ ആയിട്ടല്ല കിടക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള എൻട്രൻസ് ഉണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ബാൽക്കണി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. നമുക്ക് ബാൽക്കണി ഷെയർ ചെയ്യുന്നുണ്ട്. യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്താണ്. വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ യൂട്ടിലിറ്റിക്കായിട്ട് കിട്ടുന്നുണ്ട്. മുകൾ ഭാഗത്തെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഇവിടെയാണ്. വേസ്റ്റ് വാട്ടർ ലൈനും പൈപ്പ് ഫിറ്റിംഗും എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ താമസിക്കാൻ പറ്റുന്നവർക്ക് എന്തുകൊണ്ടും ഓപ്റ്റ് ചെയ്യാവുന്ന വില്ലകളാണ് ഈ ഒരു കോമ്പൗണ്ടിനകത്ത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. കൂടുതൽ വിശദമായിട്ട് ഈ വീടിന്റെ കാര്യങ്ങൾ കാണിക്കാത്തതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഒരുപാട് വർക്കേഴ്സ് ഈ ഒരു വില്ലയിലുണ്ട്. അപ്പൊ അവരുള്ളത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാതിരുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്ക് ഫേസ് 2 വളരെ അടുത്താണ്. ഫേസ് 2 നമുക്ക് ഇവിടെ നിന്ന് വെറും 3.2 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അപ്പൊ ഇൻഫോ പാർക്കിന് തൊട്ടടുത്ത വീടുകൾ നോക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് ഡെയിലി മാർബിൾ ഹോംസിലേക്ക് കോൾ വരുന്നതാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടും പറ്റിയ ഓപ്ഷനാണ്. നമുക്ക് ഇവിടെ 3 ബെഡ്റൂമിന്റെയും 4 ബെഡ്റൂമിന്റെയും വീടുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഇവിടുത്തെ ലാൻഡ് നോക്കുവാണെങ്കിൽ 4 സെന്റ് തുടങ്ങിയാണ് ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത്. 4 സെന്റ് തുടങ്ങി 5.7 സെന്റ് വരെ ആ ഒരു ലാൻഡ് അളവുകളിലാണ് നമുക്ക് ഇവിടെ വില്ലകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് കാറ്റഗറി തുടങ്ങുന്നത് 1,02,00,000 രൂപ തുടങ്ങിയിട്ടാണ്. 1.02 CR തുടങ്ങിയിട്ടാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വീടിന്റെ സ്ക്വയർ ഫീറ്റും ലാൻഡ് അളവും ഫെസിലിറ്റീസും ഒക്കെ വെച്ചിട്ടാണ് റേറ്റ് വ്യത്യാസം വരുന്നത്. അപ്പൊ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് നല്ലൊരു വില്ല ചെയ്തെടുക്കണമെങ്കിൽ 1,02,00,000 രൂപയാണ് വരുന്നത്. അത് മാർബിൾ ഹോംസ് വഴി മാത്രം നിങ്ങൾക്ക് നല്ലൊരു ഓഫർ കൂടെ ഞാൻ പറയുകയാണ്. മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വില്ലകൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ചു തരാനായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും കൂടെ ഉണ്ടായിരിക്കും. വില്ലകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടുതലും ഞാൻ സജസ്റ്റ് ചെയ്തത് നിങ്ങൾ നേരിട്ട് തന്നെ വരിക, മാർബിൾ ഹോംസിൽ വിളിക്കുക. ഈ വില്ലകൾ ഞങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഇരിക്കുന്നത് ചൂസ് ചെയ്യാം. കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വില്ലകളുടെ ഒരു സ്ട്രക്ചർ, കാര്യങ്ങൾ, അറ്റ്മോസ്ഫിയർ എല്ലാം നിങ്ങൾ കണ്ടു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.